ലോകത്തിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിന് മഴ അത്യന്താപേക്ഷിതമാണ്. മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പേടിയുള്ളവരുമാണ് നമ്മൾ ഭൂരിഭാഗം പേരും. മഴക്കാല രോഗങ്ങളാണ് ഈ പേടിയുടെ ആധാരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രോഗാണുക്കൾ പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങൾ മഴക്കാലത്ത് കൂടുതലാകുന്നു എന്നതിനാൽ തന്നെ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുകയും വളരെ എളുപ്പത്തിൽ പടരുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പലവിധ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് ഒഴുകുന്ന വെള്ളവും പലപ്പോഴും ജനങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്. രോഗാണുക്കളാണ് രോഗം പരത്തുന്നത് എന്ന് പറയാമെങ്കിലും രോഗാണുക്കൾ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് പലപ്പോഴും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രോഗം പരത്തുന്നതിൽ രോഗാണുക്കളേക്കാൾ പ്രഥമ സാധ്യത മാലിന്യങ്ങൾക്കും മനുഷ്യൻ മൂലമുണ്ടാക്കുന്ന മാലിന്യങ്ങൾ മൂലമാണ്. ഈർപ്പമുള്ള വായുവിലൂടെയും രോഗാണു സാധ്യത കൂടുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ, ഇപ്പോൾ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതിപ്പോൾ ഒരു ചിരട്ടയിലായാലും ഒരു പാത്രത്തിലായാലും മതി രോഗങ്ങൾ ഉണ്ടാകാനായിട്ട്. മഴക്കാല രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ ശുചിത്വമില്ലായ്മയും പ്രതിരോധ ശേഷി കുറവും തന്നെയാണ്. മഴക്കാലത്ത് പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഈറൻ വസ്ത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചെറിയ ശ്രദ്ധ നമുക്ക് പലപ്പോഴും ഇത്രയും രോഗ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. മഴക്കാല രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക വ്യത്യസ്ത തരം പനികളാണ്. ഉദാഹരണം വൈറൽ പനി, മഞ്ഞപ്പിത്തം, ചിക്കൻഗുനിയ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മലേറിയ, എലിപ്പനി, പിന്നെ ഛർദി, വയറിളക്കം, ആസ്മ, ആർത്രൈറ്റിസ്, ത്വക്ക് രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗങ്ങൾ മഴക്കാലത്ത് വളരെയധികം കാണാൻ പറ്റും. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പനികളിൽ പ്രധാനമാണ് വൈറൽ പനി. വായുവിലൂടെയാണ് ഇത് പകരുന്നത്. പലതരം വൈറസുകളാൽ വൈറൽ പനി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോവുകയാണ് പതിവ്. പനി എന്നാൽ പൊതുവെ പറയുന്ന ഒരു ചൊല്ലുണ്ട്, മരുന്നെടുത്താൽ 7 ദിവസവും മരുന്നെടുത്തില്ലെങ്കിൽ ഒരാഴ്ചയും വേണം പനി മാറുന്നത്. ശക്തമായ പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ എന്നിവയ്ക്കാണ് വൈറൽ പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. പനി ഒരു രോഗമല്ലെന്നും മറിച്ച് രോഗലക്ഷണം മാത്രമാണെന്നും ശരീരം സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് പനി എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തുറസായ അന്തരീക്ഷത്തിൽ വളരെ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് പൂർണ്ണമായ വിശ്രമത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. പനി വരുമ്പോൾ ആദ്യം തോന്നുക രുചിയില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ഉപവാസം എടുക്കുക, അല്ലെങ്കിൽ ജ്യൂസുകൾ, കരിക്ക്, ധാരാളം വെള്ളം എന്നിവയെല്ലാം എടുത്തിട്ട് നമുക്ക് വിശ്രമിക്കാം. നനഞ്ഞ തുണി കൊണ്ട് ദേഹം മുഴുവൻ ഇടയ്ക്കിടെ തുടച്ചുകൊണ്ടിരിക്കുന്നതും നെറ്റി, വയറിന്റെ ഭാഗങ്ങളിൽ എന്നിവിടങ്ങളെല്ലാം നനഞ്ഞ തുണി വെക്കുന്നതും പനി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില ഹോം റെമഡീസ് ആണ്. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിലുള്ള എനിമ രോഗം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്പൈനൽ ബാത്ത്, നമ്മുടെ നട്ടക സ്നാനം എന്ന് പറയുന്നത്, അതൊക്കെ തന്നെ നല്ലതാണ്. നല്ല ജലദോഷം ഉള്ളപ്പോഴാണെങ്കിൽ 2-3 നേരം മുഖത്ത് നമുക്ക് ആവി പിടിപ്പിക്കാം. ഒന്നില്ലെങ്കിൽ തിളച്ച വെള്ളം, മാത്രമല്ലെങ്കിൽ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി കൊള്ളാം. തലവേദനയുള്ളപ്പോൾ ചുക്ക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നെറ്റിയിൽ പുരട്ടുന്നത് വേദന കുറയാനായിട്ട് സഹായിക്കുന്നു. തൊണ്ടവേദനയുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ചുക്ക് കഷായം അഥവാ തുളസി കഷായം കുടിക്കുന്നത് ഇത്തരത്തിലുള്ള വൈറൽ പനി കുറയാനായിട്ട് സഹായിക്കും. മറ്റൊന്നാണ് തുമ്മല്, ചുമ, ശ്വാസം മുട്ട്. ഇതെല്ലാം ഈ പനിയോടനുബന്ധിച്ചിട്ട് കൂടെ വരാവുന്ന ചില സിംറ്റംസ് കാണും. കാലാവസ്ഥ വ്യതിയാനം ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയുമാണ് നമുക്ക് ആദ്യം ബാധിക്കുന്നത്. ശ്വാസകോശങ്ങൾക്കുള്ള സ്വയം സംരക്ഷണ മാർഗങ്ങളാണ് ഈ തുമ്മലും ചുമയും ഒക്കെ. അപ്പോൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗാണുക്കൾ വായിലേക്ക് പടർന്ന് മറ്റുള്ളവർക്കും രോഗം ബാധിക്കാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ അന്നേരം എടുക്കേണ്ടതാണ്. പലപ്പോഴും ചെറിയ ചുമയ്ക്കും തുമ്മലിനും മരുന്ന് കഴിച്ച് അടിച്ചമർത്തുന്നത് വഴി ശ്വാസം മുട്ടുണ്ടാകാറുണ്ട്. ഇത്തരം രോഗങ്ങൾ ഗുരുതരമാകുന്നതിന് കാരണം തന്നെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ഇല്ലാത്തതിനാലാണ്. തുമ്മലും ചുമയും കുറയാനും നെഞ്ചിലെ കഫക്കെട്ട് കുറയാനും മുഖത്തും നെഞ്ചിനും ആവി പിടിക്കുന്നത് ആശ്വാസകരമാകും. ചുക്ക് കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. കൃഷ്ണ തുളസി നീരിൽ തേൻ ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് ഈ കഫശല്യം കുറയ്ക്കുന്നു. പിന്നെ നമ്മുടെ ഷഡ്ക്രിയകളിൽ പെട്ട ജലനീതി, സൂത്രനീതി, വസ്ത്രദൗതി എന്നിവ ചെയ്യുന്നതെല്ലാം അലർജികൾ കുറയ്ക്കാനും ശ്വാസമുട്ട് കുറയ്ക്കാനും നല്ലത് തന്നെയാണ്. മറ്റൊന്നാണ് ടൈഫോയിഡ് എന്ന അസുഖം. അതായത് സാൽമോണല ടൈഫി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയെ തുടർന്ന് വരുന്നതാണ് ടൈഫോയിഡ്. ലോകം മുഴുവനായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധിയാണിത്. ക്രമേണ വർദ്ധിച്ചു വരുന്ന പനി, തലവേദന, വയറുവേദന, ക്ഷീണം, വയറിളക്കം എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് മെയിനായിട്ട് ടൈഫോയിഡ് പകരുന്നത്. ടൈഫോയിഡ് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പൊതുസ്ഥലങ്ങളിലെ ശുചിത്വവും വ്യക്തി ശുചിത്വവും. ആഹാരത്തിന് മുമ്പ് നന്നായി കൈ കഴുകുക, ശ്രദ്ധയോടു കൂടിയ ഭക്ഷണ രീതി, ഇതെല്ലാം ഈ ശുചിത്വ രീതികളിൽ പെടുന്നുണ്ട്. മലിനകരമായ സാഹചര്യത്തിലെ ഭക്ഷണം, വെള്ളം എന്നിവ പരമാവധി ഒഴിവാക്കുക. ധാരാളം ശുദ്ധജലം മാത്രം കുടിക്കുക.
പിന്നെ നമ്മൾ പൊതുവായിട്ട് കാണപ്പെടുന്നതാണ് മഞ്ഞപ്പിത്തം. മഴക്കാലത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമുക്ക് പെട്ടുപോകുന്ന മാലിന്യങ്ങളാണ് ഈ രോഗത്തിന് മെയിനായിട്ടുള്ള കാരണം. ക്ഷീണം, കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം, കണ്ണിന്റെ വെള്ളം മുഴുവനുള്ള മഞ്ഞ നിറമാകും, അതായത് ക്ലിയർ മഞ്ഞ നിറത്തിൽ കാണുന്നത്, ത്വക്കിന്റെ മഞ്ഞ നിറം, പനി, ഇവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളിലും പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തം തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം അസുഖം വരുന്നവരെ കരിക്ക്, കഞ്ഞി, സൂപ്പ് തുടങ്ങിയ ചെറുതായ ലഘുവായ ഭക്ഷണങ്ങൾ മാത്രം ഈ സമയങ്ങളിൽ കഴിക്കാം. അതുപോലെ കീഴാനെല്ലി അരച്ചു കുടിക്കുന്നത് കരരോഗങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ അതെല്ലാം നമ്മൾ അളവിനേക്കാളും കൂടുതലായി മറ്റു അവയവങ്ങളെ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് എപ്പോഴും നല്ലത്. ഉദരസ്നാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയില്ലാത്തപ്പോൾ ഇളം വെയിൽ കൊള്ളുന്നതും ഈ മഞ്ഞപ്പിത്തം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്കറിയാം മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയും. കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണിത്. പെൺ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് ഈ രോഗം പരത്തുന്നത്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഇവ പെറ്റുപെരുകുന്നത് വെള്ളത്തിലൂടെയാണ്. പനി, വിറയല്, പേശിവേദന, ക്ഷീണം ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അസുഖത്തിനുള്ള പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് എന്താണ്? കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണം വെള്ളം നമുക്ക് കെട്ടി നിൽക്കുന്നത് തടയുക എന്നതാണ് ഈ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടെ തന്നെ നമുക്ക് പല രോഗങ്ങളും, ഈ കൊതുകുകളൊക്കെ പരത്തുന്ന രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചിക്കൻഗുനിയ അത്തരത്തിലുള്ള ഒരു രോഗം തന്നെയാണ്. ഇങ്ങനത്തെ രോഗം വരുമ്പോൾ ശരീരം വളഞ്ഞു പോകുക എന്നൊക്കെയാണ് പറയാറ്. അതായത് ആഫ്രിക്കയിലെ സാഹിലി ഭാഷയിൽ ചിക്കൻഗുനിയ എന്നാൽ വളഞ്ഞു കുഴിയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പനി, തലവേദന, സന്ധികളിലെ വീക്കം, അതികഠിനമായ വേദന. പനി കുറഞ്ഞാലും, നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് പനി കുറഞ്ഞാലും ഈ സന്ധിവേദന കുറെ നാളുകൾക്ക് നീണ്ടു നിൽക്കും. നനഞ്ഞ തുണി വീക്കമുള്ള സന്ധികളിൽ ചുറ്റി വെക്കുന്നത് ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൈകാലുകൾ 20 മിനിറ്റ് മുക്കി വെക്കുന്നത് ആ സന്ധികളിലെ വേദന കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക് തന്നെയാണ്. പനി, ശരീരവേദന, സന്ധിവേദന, ശരീരം ചുവന്ന് തടിക്കുക എന്നിവയ്ക്കാണ് ലക്ഷണങ്ങൾ. എല്ല് നുറുങ്ങുന്നൊരു വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നതാണ് ബ്രേക്ക് ബോൺ ഫീവർ. 3-4 ദിവസത്തെ ശക്തമായ പനിക്ക് ശേഷം ഏതാനും നാളെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പനി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത. കൊതുകിനെ പ്രതിരോധിക്കുന്നതാണ് രോഗം തടയാനുള്ള മാർഗം. കൊതുക് മുട്ടയിടുന്ന വെള്ളക്കെട്ടുകൾ പരമാവധി ഒഴിവാക്കുക, കൊതുക് വല ഉപയോഗിക്കുക എന്നീ മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെ രോഗമുള്ളപ്പോൾ പപ്പായയുടെ ഇലയുടെ നീര് കഴിക്കുന്നത് നല്ലതാണ്. അതായത് ഈ രോഗം വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ക്രമാതീതമായി കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റും കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പപ്പായയുടെ നീരും കുടിക്കാൻ കൊടുക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് എലിപ്പനി. എലിമൂത്രം കൊണ്ട് മലിനമായ ജലം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെയാണ് ഇത് പകരുന്നത്. എലിമൂത്രം കലർന്ന വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലിലോ മറ്റു മുറിവുകളോ അണുകളിലൂടെയൊക്കെ നമ്മുടെ ഇതിന്റെ അണുക്കൾ ലെപ്റ്റോസ്പൈറസ് ശരീരത്തിൽ കയറുന്നു. പെട്ടെന്നുള്ള തലവേദന, പേശിവേദന, വിറയലോട് കൂടിയ പനി, കണ്ണിന് ചുറ്റും ശക്തമായ വേദന, ചുവപ്പ് നിറം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിന് മെയിനായിട്ട് നമ്മുടെ പരിസര ശുദ്ധീകരണം തന്നെയാണ് പ്രതിരോധ മാർഗം. മറ്റൊന്നാണ് വയറിളക്കം. അതായത് വൃത്തിയില്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് വയറിളക്കം പിടിപെടുന്നത്. അപ്പോൾ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിച്ചാൽ ഒഴിവാക്കാവുന്ന അസുഖം തന്നെയാണ് ഈ വയറിളക്കം. വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കുക. പഴച്ചാറുകൾ, കരിക്ക്, കഞ്ഞിവെള്ളം തുടങ്ങിയവയൊക്കെ കുടിക്കുന്നത് ഈ ക്ഷീണം അകറ്റുന്നു. വയറിളക്കം ഭേദമായി നേരിട്ട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാതെ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ചു തുടങ്ങും. വയറുവേദനയുണ്ടെങ്കിൽ ചൂട് ബാഗ്, അതായത് ഹോട്ട് വാട്ടർ ബാഗ് നമ്മൾ വയറിന് മുകളിൽ വെച്ച് പേശി വലിവ് കുറയ്ക്കാൻ സഹായിക്കും. വയറുവേദനയോടൊപ്പം ഛർദിയും കൂടി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ നമ്മൾ ജ്യൂസ് കുടിക്കുക. ഒറ്റയടിക്ക് കുടിക്കാതെ സമയമെടുത്ത് ഇന്റർവെല്ലായിട്ട് കുടിക്കുക എന്ന് മാത്രം. ആവശ്യമെങ്കിൽ 1/4 ഗ്ലാസ് ഐസ് വെള്ളം കൂടി കുറച്ച് സമയമെടുത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് ത്വക്ക് രോഗങ്ങൾ. പുഴുക്കടി, കാൽവിരകൾക്കിടയിൽ ചൊറിഞ്ഞു പൊട്ടുക, ഇതൊക്കെ മഴക്കാലത്ത് സാധാരണക്കാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ഒരു തരം ഫംഗസ് ബാധയാണിത്. മഴക്കാലത്ത് വസ്ത്രങ്ങൾ ശരിയായി ഉണങ്ങാതെ ധരിക്കുന്നതും അതുപോലെ തന്നെ അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നതും നടക്കുന്നതൊക്കെ ഈ രോഗം ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കല്, കൈകാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴുകിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ഒപ്പിയെടുക്കുക. ഇത്തരം ഘട്ടങ്ങളിൽ ഇതൊക്കെ സഹായകരമാകും. ആര്യവേപ്പില ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകുന്നതും കുളിക്കുന്നതും ഒക്കെ നല്ലതാണ്. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിടുന്നതും
നല്ലതാണ്. അപ്പൊ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, അതായത് പരിസര ശുചീകരണം, വ്യക്തിശുചിത്വവും കൊതുകിന്റെ നിർമ്മാർജ്ജനം, പഴകിയതും തണുത്തതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം, കൃത്രിമ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തത്, പൊരിച്ചത്, ബേക്കറി സാധനങ്ങൾ, അമിത ഉപ്പുള്ളതും അമിതമായ മസാലകൾ തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, ശുദ്ധജലം മാത്രം നന്നായി കുടിക്കുക, അതായത് തിളപ്പിച്ചാറിയ വെള്ളം ദിവസവും നമ്മൾ കുടിക്കുക, അരമണിക്കൂർ ഒരു വ്യായാമം ചെയ്യൽ, യോഗ, നടത്തം, നീന്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. കൊതുക് നിർമ്മാർജ്ജനവും വ്യക്തിത്വ ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.